വണ്ടി നമ്മളൊന്ന് മാറ്റിയായിരുന്നു ഒരു 2 ആഴ്ച മുമ്പേ. ആളിതുവരെ വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് എടുക്കാനുള്ള ശ്രമമാണ്. മിക്കവാറും ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. സ്പെഷ്യൽ വ്ളോഗാണ്, ഞങ്ങളുടെ തിരുവോണം വ്ളോഗാണ്. ഹായ്, പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ലീവാണ് ആക്ച്വലി. പിന്നെ തിരുവോണമല്ലേ, നമ്മൾ ഷോപ്പിലൊക്കെ ആകെ ഒരു 8 ദിവസം ലീവ് ഉണ്ടാവുള്ളൂ. ലീവാണേലും എന്ത് കിടന്നുറങ്ങിയില്ലേ? ഞാൻ കിടന്നുറങ്ങി, നന്നായിട്ട് ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിട്ടോ. നന്നായിട്ട് മീൻസ് കുറച്ച് സമയമുള്ളൂ, പക്ഷെ അത് നന്നായിട്ട് ഉറങ്ങി. ഗൾഫിലത്തെ ഓണമല്ല, ഗൾഫിൽ ഓണമല്ലല്ലോ അല്ലേ, ഗൾഫിലത്തെ ഫെസ്റ്റിവൽസ് ഗൾഫില് നമ്മള് ഹോളിഡേ ആയിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മള് എന്താ പറയാ ഫ്രൈഡേസിലായിരുന്നു ഓണം സെലിബ്രേഷൻ ഒക്കെ. എന്തായാലും ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാപോലെ തന്നെ ഈ കൊറോണ ഒക്കെ ആയിട്ട് സെലിബ്രേഷൻസ് ഒക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നമ്മൾ അടുത്ത ടൗണിൽ മണ്ണാർക്കാട് നമുക്കൊരു ഓണസദ്യ വാങ്ങി അവിടെ നിന്ന് കഴിക്കാൻ താല്പര്യം, പക്ഷേ കഴിക്കാൻ പറ്റില്ലല്ലോ ഹോട്ടലിൽ നിന്ന്. പാർസൽ ചെയ്യാം. വീട്ടില് 2 പേർക്കും 3 പേർക്കും സദ്യ ഉണ്ടാക്കിയാലും ശരിയാവില്ല, കാരണം ഒക്കെ വേസ്റ്റ് ആയി പോകും. പക്ഷെ നേരെ ഇരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യല് അതിന്റെ പുറമെ ആളെന്ന് ആദ്യമായിട്ട് വണ്ടി എടുക്കണം. ആദ്യമായിട്ട് മീൻസ് ഈ വണ്ടി ഇതുവരെ വാങ്ങി എടുത്തില്ല. ബാക്ക് പെയിൻ അങ്ങനെ കൊണ്ട് അങ്ങനെ ലാഗ് ചെയ്താണ്. ഇന്ന് ഏതായാലും വണ്ടി എടുത്തിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ആങ്സൈറ്റി ആണ്. ഇപ്പോൾ മറ്റേ കാറുമായിട്ട് കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ എത്ര വർഷം 4-5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കാറാണ് അത്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് എന്താ പറയാ, ഡ്രൈവിംഗ് സ്കൂളിലാണെങ്കിലും ഓടിച്ച് പഠിച്ചത് ആ വണ്ടിയിലാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആട്ടോ വണ്ടിയോട്. എന്റെ ഓടിച്ചാലും ആ കംഫർട്ട് കിട്ടൂല, അതുണ്ടാവില്ല. പക്ഷെ ഒന്നും കൂടെ ഇത് തോന്നി, ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഡീസൽ വണ്ടികൾ ആകുമ്പോ കുഴപ്പമില്ല. ഡീസൽ വണ്ടി ഓടിക്കാൻ സുഖമാണ് പെട്രോളിനെക്കാട്ടിലും. പിന്നെ മാനുവൽ ആണെങ്കിലും ആള് കംഫർട്ടായി വണ്ടി ഓടിക്കും. അപ്പൊ ചെറിയൊരു വ്ളോഗ്, ചെറിയൊരു ഓണസദ്യ, അത്രേ ഉള്ളൂ അല്ലേ. എല്ലാം ചെറുതാണ് ഈ ആഘോഷങ്ങളിലെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോട്ടെ. അങ്ങനെയല്ല, എന്റെ മറ്റേ വണ്ടി ഉണ്ടല്ലോ ഡിസയർ, ഭയങ്കര സ്മൂത്താണ്. അത് എങ്ങനെയാ വെച്ചാല് എന്റെ പൾസ് വണ്ടിക്ക് അറിയാം, മനസ്സിലായോ? ഇത് തേർഡ് ഗിയറാണ് വണ്ടി പോണത്. ഗിയർ കൂട്ടണം. അതല്ല, ബെൽറ്റ് ഇട്ടില്ലേ? ഈ ഒരു ദൂരം അറിയുന്നില്ല. ഇങ്ങനെ നമ്മളെ ഹോം ടൗണായ ആര്യമ്പാവിലേക്ക് എത്തിക്കാണ്. ഇല്ല, ഓണായതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ല അല്ലേ. ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഇന്നലെ ഞാൻ പുറത്തിറങ്ങാറില്ലല്ലോ. എന്താ പറയാ, എന്തായാലും എന്റെ ഡിസൈറിന്റെ കംഫർട്ട് ഇല്ല കേട്ടോ. അത് ഞാൻ വണ്ടി എടുക്കുമ്പോഴേ പറഞ്ഞു. ഇനിയിപ്പോ BM ആണെങ്കിൽ ഇതിന്റെ പറയുള്ളൂ. അങ്ങനെ ആള് ഇല്ലാണ്ട് 80 എത്തും ചെയ്തു സ്പീഡ്. പിന്നെ കംഫർട്ടല്ല എന്ന് പറയുന്നുണ്ട്. 80 ആയത് അറിഞ്ഞിട്ടില്ല. കുഴി ഞാന് എന്റെ മിനിമം സ്പീഡ് 80 അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. തിരുവോണമായിട്ട് ഇങ്ങനെ അങ്ങനെയില്ല, ഹൈവേയില് ആളില്ലാത്ത സ്ഥലത്ത് ഞാൻ 100 വരെ പോലെ. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എവിടെ ഉണ്ടായാലും ഹൈവേയിൽ ആളില്ലാത്ത സ്ഥലം എവിടെ ഉണ്ടാകും ഇല്ലാന്ന് പറയരുത്. ഹൈവേയിൽ ആളില്ലാത്ത എത്ര സ്ഥലമുണ്ട്. വണ്ടി ഉണ്ടാവില്ലേ? പക്ഷെ ഞാൻ പോലുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ അവിടെ പോവേ, എന്നിട്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഞെട്ട് അന്നാ എത്ര ഇതിലാ പോകുന്നത്. അപ്പോഴെങ്കിലും ഒരു ഇത് കയറിയിട്ടുണ്ടാവും, വേഗം ചവിട്ടി താഴ്ത്തും. ഗിയറൊന്ന് തട്ടി കൊടുത്തോ, നല്ലോണം വലിപ്പിച്ചിട്ട് ഷിഫ്റ്റിലേക്ക്. എങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. തീരെ തിരക്കില്ല അല്ലേ, ഇവിടേക്ക് ചവിട്ടിട്ട് പോകേണ്ട സ്ഥലം. ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ബസ്സില്ലത് സ്ഥലത്താണാകുമ്പോ പറയുന്നുണ്ട്. മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി.
ഇതിലെടുത്ത് മതി. അൽഹംദുലില്ലാ എത്തിട്ടോ. ഇനി എന്തായാലും ഞാൻ വണ്ടി എടുക്കും. ഇനി എന്തായാലും ഞാൻ അതുകൊണ്ടേ വീട്ടിലേക്കൊക്കെ പോകട്ടോ. അല്ലേ വൈസക്ക പോലെ? യെസ്, ഈ കൂളായിട്ട് ഓടിച്ചില്ലേ, അടിപൊളിയായിട്ട് ഓടിച്ചു. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോട്ടലിൽ എത്തിയില്ലേ? ഹോട്ടലെത്തി, വലിയ തിരക്കൊന്നുമില്ല, പോയി നോക്കാം. പൈസക്ക സദ്യ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കുള്ള സദ്യയാണ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നേ. സദ്യ കിട്ടിയാ? എത്ര ആളുകളെ മടങ്ങി പോകുന്ന അറിയോ? സദ്യ ഇല്ല കേട്ടോ. അത് അവര് ബുക്ക് ചെയ്ത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ആൾ, എത്ര ആളുകൾ തരും, അവർക്ക് ഭയങ്കര സങ്കടം. ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അതുണ്ടാവേ, കാരണം സദ്യ ഇപ്പോഴും എല്ലാവരും മടിയന്മാരല്ലേ. പക്ഷെ അവര് ഇത്ര ആള്, അതിന്റെ ഓണർ പറയണേ, ഓയ്യോ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലാന്ന്. ഒരു ഒരുപാട് ആള്. എനിഹൗ നമുക്ക് കിട്ടി. തിരിച്ചു പോണേ. 200 രൂപയല്ലേ വയസ്സക്ക സദ്യക്ക്? സദ്യ 200 രൂപ. എത്ര ഐറ്റാന്ന് പറഞ്ഞാല്? 24 ഐറ്റംസ്. വാഴയില ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ്? അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. സദ്യയില് എണ്ണുമ്പോ എല്ലാം എണ്ണും. നമ്മൾ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടേ ആദ്യമായിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. കുന്തിപ്പുഴ പാലവും പുഴയും കുന്തിപ്പുഴ. ആഹാ, CVR ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ ആയാലും ഫസ്റ്റ് ഫേസ് എന്റെ സ്ട്രക്ചറായി. എനിക്ക് തോന്നുന്നു അവര് പിന്നെ മുഴുവനായിട്ട് ഉദ്ഘാടനം ചെയ്തതിന് മുമ്പേ ഫസ്റ്റ് ഫേസ് ഇനാഗുറേറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ ഫെസിലിറ്റി ഒക്കെ അപ്പോഴേ നമുക്ക് കിട്ടൂലേ? ഫെസിലിറ്റീസ് കിട്ടും. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത കുറെ ഫെസിലിറ്റീസ് ആ സമയത്ത് തന്നെ ഉണ്ടാവും. നമ്മളൊരു ഫ്രണ്ടിന്റെ മണ്ണാർക്കാടിന്റെ എന്താ പറയാ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതെ അതെ, അത് ആവശ്യമാണ് ആക്ച്വലി. ഇവിടെ മണ്ണാർക്കാട് അത്രയധികം വളരെ ഫാസ്റ്റായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പം അവിടെ അത്തരത്തിലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് മണ്ണാർക്കാട്ടിലേക്ക് അതൊരു ഗുണം തന്നെ ആയിരിക്കും, ഒരു സംശയമൊന്നുമില്ല. ഫ്രണ്ടിന്റെ അല്ലേ ഇത്? മാനേജിംഗ് ഡയറക്ടർ, ചെയർപേഴ്സൺ CVR. ഇതാണ് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഷോപ്പ്, KVR ട്രേഡേഴ്സ്. റൂഫിംഗ് ഷീറ്റ്സും അതുപോലെ TMT കുറേ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന ഷോപ്പാണ്. KTDC. എന്തൊരു ഭംഗി കാണാൻ. നമ്മുടെ നാടിന്റെ ഭംഗി നമുക്കറിയാം. ഊട്ടിയിലും ഇവിടെയൊക്കെ ഇങ്ങനെ പോയിട്ട് ഭംഗി ആസ്വദിക്കാൻ പോകുമല്ലോ നമ്മള്. നല്ല ഭംഗി. അതുപോലെ കുറച്ച് ദിവസമായിട്ട് പുറത്തിറങ്ങാത്തതുകൊണ്ടേ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടേ കോവിഡ് പോസിറ്റീവ് ഒന്നും ആവാത്തത് പഠിച്ചോക്കാത്ത. അല്ലെങ്കിൽ ഇതൊന്നും ആവില്ല, ഓണവും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങള് വീട്ടിലെത്തിട്ടോ. ഈ സദ്യ കഴിക്കാം അല്ലേ? ഇല വെച്ചിട്ട് നമ്മൾ പഴം വിളമ്പിട്ടോ. ഇനി ശർക്കര ഉപ്പേരിയാണ്. അതിൻ്റെ കൂടെ തന്നെ കായ വറുത്തത്. ഈ കായ വറുത്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ട്. അടുത്തതായിട്ട് അച്ചാറായിട്ട് കേട്ടോ വയ്ക്കുന്നത്. ഇത് കടുമാങ്ങ അച്ചാറാണ്. ഇനി നാരങ്ങാക്കറിയാണത്. നമുക്ക് പുളിയിഞ്ചി വിളമ്പാട്ടോ. അടുത്തതായിട്ട് മധുര പച്ചടിയാണിത്, പൈനാപ്പിൾ പച്ചടി കേട്ടോ. ഇത് ബീട്രൂട്ട് പച്ചടിയാണേ. തോരനായിട്ട് ഇട്ടിട്ടുള്ളത് പയറ് തോരനാണ് കേട്ടോ, അച്ചിങ്ങാ പയറാണേ. ഇനി നമുക്ക് എരിശ്ശേരി വിളമ്പാം. ഇനി മെഴുക്കുവരട്ടിയാണ് വയ്ക്കുന്നത്. ഇനി അവിയലാട്ടോ. അടുത്തതായിട്ട് കട്ടിക്കാളൻ, കുറുക്കുകാളൻ, കട്ടിക്കാളൻ എന്നൊക്കെ പറയും. അവിടെ പപ്പടം. ഇനി നമുക്ക് ചോറ് വിളമ്പാം. കുത്തിരിച്ചോറാട്ടോ. ആദ്യം നമ്മൾ ചോറ് കഴിക്കാൻ തുടങ്ങുന്നത് പരിപ്പും നെയ്യും ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ. സ്റ്റാർട്ടിങ് പരിപ്പും നെയ്യും ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ സദ്യ ഐറ്റംസൊക്കെ ഞാൻ വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പായസങ്ങളുണ്ട് കേട്ടോ. ഇത്
പരിപ്പ് പായസമാണ്, ചെറുപയർ പരിപ്പ് പായസം. അതുപോലെ തന്നെ പാലടയുണ്ട്. പിന്നെ ഇത് കാളനാണ്, കട്ടിക്കാളൻ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോര്, അതുപോലെ തന്നെ രസം, പിന്നെ നല്ല സാമ്പാറുണ്ട്. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ സദ്യ കഴിക്കാം. ഞങ്ങൾ 2 പേർക്കുള്ള സദ്യ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാം കേട്ടോ. കൈയൊക്കെ കഴിക്കണം. അടിപൊളി സദ്യ. എത്ര ഐറ്റാ? 22 ഐറ്റം അല്ലേ? 24 ഐറ്റം എന്നൊക്കെ അല്ലേ പറഞ്ഞേ? എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യ്, പരിപ്പും നെയ്യൊക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത കോഴ്സ് കഴിക്കാം അല്ലേ. സാമ്പാറാണ്. സാമ്പാർ ഒഴിച്ചിട്ട് ഓരോ ഐറ്റംസും. സാമ്പാർ ഇഷ്ടം പോലെ അല്ലേ? കുറേ സാമ്പാറുണ്ട്. ഓക്കേ, മതി. ഞാൻ ചോറുന്നിട്ട് കുറേ കാലമായി. സദ്യയും കുറേ കാലങ്ങൾക്ക് ശേഷം കഴിക്കണേ. സാമ്പാർ എങ്ങനെയുണ്ട്? നേരത്തെ പറഞ്ഞില്ലേ, ഒരല്പം രസം ഒഴിച്ച് കഴിക്കല്ലേ. ഞാനൊക്കെ ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞു. രസം ഒഴിച്ച് അതുപോലെ ഇതാണ് കാളനും ഒഴിച്ച് കഴിച്ച്. ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ അറിയാം? അവസാനം മോരൊഴിച്ചിട്ട് കഴിക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ പായസം ഉണ്ടല്ലോ, കുറേശ്ശെ ഒഴിച്ചിട്ട് പപ്പടവും പഴവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അതൊരു 1.5 ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ആ ചോറ് ആ മോരും കൂട്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്, അടിക്കും. അല്ല, ഇതിൽ ഓലല്ല, ഓലന് കണ്ടില്ല. ശരിക്കും സദ്യയിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണ് ഓലന്. കാരണം കഴിഞ്ഞിരിക്കും. കാരണം ഓലന് എന്താ വെച്ചാല് ടേസ്റ്റ്, അതിനൊരു പ്ലെയിൻ ടേസ്റ്റ് അല്ലേ തന്നെ. അപ്പൊ ടേസ്റ്റ് മാറ്റാൻ ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോ ഒരു ഐറ്റം കഴിച്ചു, നമ്മള് അവിയൽ കഴിച്ചു നിൽക്കുക. അവിയൽ കഴിച്ചിട്ട് അവിയലിന്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വായില്. അപ്പൊ അതിന്റെ ടേസ്റ്റ് മാറുന്നതിന് വേണ്ടി ജസ്റ്റ് ഓയിലിൽ തൊട്ടിട്ട് നാവിൽ വെച്ചാൽ മതി. അപ്പൊ ഓയിലിന് പ്ലെയിൻ ടേസ്റ്റ്, അപ്പൊ നമ്മുടെ നാവ് പ്ലെയിനായി. എന്നിട്ട് അടുത്ത ഡിഷ് കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് പായസം കഴിക്കാം. ശരിക്കും ഓരോ കൂട്ടാനും ഓരോ ധർമ്മമുണ്ട്. അതാണ് ഓരോതിനും. ഈ ഇതുകളൊന്നും എടുത്തില്ലല്ലോ, ഈ അച്ചാറും തൊട്ടിട്ട് ഇതൊക്കെ ഒക്കെ കഴിക്കണം. അപ്പൊ ഞാന് സദ്യയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ കുറെ നേരം പായസം കുടിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അവസാനം 2 പായസാട്ടുള്ളത്. പരിപ്പ് പായസാണ് ഒന്ന്. പരിപ്പ് പായസം നമ്മുടെ പഴവും ഇലയിൽ ഒഴിച്ചിട്ട് ഇപ്പൊ കുടിച്ചോ, കിട്ടില്ല. ശേഷം ഒരു പഴം ഇങ്ങനെ തൊളിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. പപ്പടം കൂടെ മിക്സ് ചെയ്യാം. ശേഷം പപ്പടം വലുപ്പം തന്നു. പപ്പടം നേരത്തെ കഴിച്ചില്ലേ? ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഒരടി. എൻ്റെ ഫേവറേറ്റ് അത്. ഈ പരിപ്പ് പായസം മാത്രമല്ല, സേമിയ പായസവും എല്ലാ പായസവും ഞാൻ അങ്ങനെ കഴിക്കും, പാലട ഒഴികെ. പാലടയും കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ പാടെ കഴിയുമ്പോഴേക്കും ഞാൻ ബോധം കെട്ട് വീഴുന്നത്. നല്ല നട്ട്സൊക്കെ ഉണ്ട്. പഴം പപ്പടമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. പപ്പടം ഫാനിന്റെ കാറ്റിലിട്ട് അല്പം നടത്തും, കുഴപ്പമില്ല. സാധാ പരിപ്പ് വറുത്തിട്ട് എടുത്തതാണ് അല്ലേ, അല്ലാണ്ട് പരിപ്പ് ചെറുപയർ പരിപ്പും കൊണ്ടല്ല അല്ലേ. ചെറുപയർ തന്നെ അതിന്റെ പരിപ്പ് വറുത്തെടുത്തിരിക്കുക. പായസം അടിപൊളിയല്ലേ? അടിപൊളി. ഹായ്, അടിപൊളി. എനിക്ക് വയ്യ ഇതൊക്കെ ടേസ്റ്റ്. ഇനി എപ്പോഴും എണീക്കുക, അത്രയും കലോറി കയറിയിട്ട്. ഇനിയുണ്ട്, സദ്യ കഴിഞ്ഞിട്ടില്ല. ഇനി പാലട ഉണ്ട്, അതിന്റെ മോര് കൂട്ടിയിട്ട് കഴിക്കണ്ടേ? മോര് കൂട്ടിയിട്ട് കഴിക്കില്ല, മോര് കൂട്ടിയിട്ട് അതേപോലെ കുറച്ച് മാറ്റി വെക്കണേ. എനിക്ക് വയറ് നിറഞ്ഞു. അങ്ങനെ പാലട പ്രഥമൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. സൂപ്പർ സൂപ്പർ.
ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടോ? എല്ലാ ഐറ്റവും തന്നെ. ഞാൻ ഈ പുറത്തുനിന്നൊന്നും ഒരിക്കലും നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാർ കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷെ നല്ല സാമ്പാർ തന്നെ. അല്ലെങ്കിൽ പിന്നെ ഈ എന്താ തമിഴ് റെസ്റ്റോറൻറ്റിൽ പോകണം നല്ല സാമ്പാർ കിട്ടണമെങ്കിൽ. പക്ഷെ ഇത് നല്ല സാമ്പാർ തന്നെ സ്റ്റാർ ആയിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസിന്റെ കാര്യം പറയണം. ഏതായാലും ഭക്ഷണം നന്നായി വിളിച്ചു പറയട്ടോ. ഈ ആളുകളൊന്നും അത് ചെയ്യാറില്ല. കേടൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു പറയും. നന്നായി ഒന്നും പറയാനില്ല, ശരിക്കും വിളിച്ചു പറയണം. സദ്യ കെങ്കേമായി. ഏതായാലും ഇപ്രാവശ്യത്തെ ഓണം പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചു. പക്ഷേ ഭാഗ്യം എന്ന് പറയാ നല്ല ഭക്ഷണമായിരുന്നു. വളരെ ആസ്വദിച്ച് തന്നെ കഴിച്ചു. കുറെ നന്നായിട്ട് കഴിക്കേണ്ടായിരുന്നു. 2 പേർക്ക് വാങ്ങിച്ചേ. പക്ഷേ ഒരു ബോക്സ് ചോറ് ഓപ്പൺ ചെയ്തിട്ടില്ല. സാമ്പാർ അങ്ങനെ എടുക്കില്ല. അധികം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതെ, ഉമ്മക്ക് നോമ്പായിരുന്നു. അപ്പൊ പിന്നെ രാത്രിക്ക് വേണ്ടി മാറ്റി വെച്ചു. അപ്പം ഇപ്രാവശ്യത്തെ വ്ളോഗ് ഞങ്ങൾ സൈനിങ് ഓഫ് ചെയ്യണം. അതിന് ചാനലിന്റെ ചെയർപേഴ്സൺ ഗരം മസാല ഫൗസിയ ആദരവ് ക്ഷണിക്കണം. ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. എന്തായാലും ഓണം കഴിഞ്ഞില്ലേ? ഇതോടെ ഓണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഈ തട്ടിക്കൂട്ട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.